കോഴിക്കോട് കാരശ്ശേരിയിൽ പ്രായപൂർത്തിയാകാത്തവരുടെ പേര് വോട്ടർ പട്ടികയിൽ ചേർത്തെന്ന ആരോപണം. കോൺഗ്രസ് നേതാവിന്റെ മകളുടെ പേര് രേഖ തിരുത്തി ചേർത്തെന്നാണ് CPMന്റെ ആരോപണം. തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് പരാതി നൽകുമെന്നും CPM അറിയിച്ചു. ഇവിടെ കാരശ്ശേരി പഞ്ചായത്തിലെ 11-ാം വാർഡിൽ ഭാഗം നമ്പർ 1-ൽ ഇർഫാൻ ആഷിഖ് എന്ന് പറയുന്ന ഒരാളുടെ വോട്ട് ചേർത്തിട്ടുണ്ട്. ഈ വോട്ട് വ്യാജമായി, ഐഡന്റിറ്റി കാർഡ് വ്യാജമായി ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്തി ഉണ്ടാക്കിയതാണ്. 2006 ഡിസംബർ വരെയുള്ള ആളുകൾക്ക് വോട്ട് ചേർത്താൻ ഇലക്ഷൻ കമ്മീഷൻ അധികാരം കൊടുത്തിട്ടുള്ളൂ. ഈ കുട്ടി ജനിച്ചിട്ടുള്ളത് 2/2/2007 അതും കോൺഗ്രസിന്റെ സമുന്നതനായ കാരശ്ശേരിയിലെ നേതാവ്. ആ നേതാവിന്റെ മകന്റെ വോട്ട് തന്നെയാണ് ഈ രൂപത്തിൽ ചേർത്തത്. ഇത് കാരശ്ശേരിയിൽ വ്യാപകമായി UDF ചേർത്തി എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ്. മുഹമ്മദ് അസ്ലമുണ്ട് വിവരങ്ങൾ നൽകാനായി. മുഹമ്മദ് അസ്ലം, വ്യാപകമായി ക്രമക്കേട് നടത്തി എന്നാണ് CPM ആരോപിക്കുന്നത്. അതും കോൺഗ്രസ് നേതാവിനെതിരെയാണ് പരാതി ഉയരുന്നത്. എന്താണ് വാർത്തയുടെ വിവരങ്ങൾ? തിരുവമ്പാടി കേന്ദ്രീകരിച്ച് ഇരട്ട വോട്ട് ആരോപണം CPMും കോൺഗ്രസും പരസ്പരം ഉന്നയിക്കുന്ന ഒരു ഘട്ടമാണ്. കഴിഞ്ഞ ദിവസം ലിൻഡോ ജോസഫ് എന്ന് പറയുന്ന അവരുടെ MLAയുടെ ഭാര്യയ്ക്ക് ഇരട്ട വോട്ടുണ്ടെന്നുള്ള ആരോപണം കോൺഗ്രസ് ഉന്നയിച്ചിരിക്കുന്നു. ഇതിന് പിന്നാലെയാണ് CPM LDFന്റെ പ്രവർത്തകർ കോൺഗ്രസ് നേതാവായ സമാൻ എന്ന് പറയുന്നത് പ്രാദേശിക നേതാവായ സമാൻ എന്നയാളുടെ മകന്റെ വോട്ട്, അയാൾ പ്രായപൂർത്തിയാകിയിട്ടുള്ളത് 2006 ഡിസംബർ 10 ജനിച്ച അന്ന് ആ ഡിസംബർ വരെ ജനിച്ച കുട്ടികൾക്കാണ് ഇതിൽ ഈ പുതിയ വോട്ടർ പട്ടികയിലേക്ക് പേര് ചേർക്കാൻ ഉള്ളത്. അതേസമയം 2007 ഫെബ്രുവരി 3 മാസം മുമ്പ് ഉള്ള 3 മാസമാണ് ശരിക്കും വ്യത്യാസമുണ്ടായിരുന്നത്. അത് തിരുത്തിക്കൊണ്ട് ഐഡന്റിറ്റി കാർഡും മറ്റൊക്കെ അതിൽ തിരുത്തിക്കൊണ്ട് രേഖകൾ കൃത്രിമമാക്കി ഉണ്ടാക്കിക്കൊണ്ട് വോട്ടർ പട്ടികയിൽ ഇയാളെ ചേർത്തു. ഈ കുട്ടിയെ 18 വയസ്സ് ആ സമയത്ത് പൂർത്തിയാകാത്ത കുട്ടിയെ ചേർത്തു എന്ന ആരോപണമാണ് LDF കാരശ്ശേരി പഞ്ചായത്തിൻ്റെ നേതാക്കൾ ഉന്നയിക്കുന്നത്. ഇത് കാരശ്ശേരി പഞ്ചായത്തിൽ വ്യാപകമായി നടക്കുന്നുണ്ട്. അവിടെ UDF ആണ് ഇപ്പോൾ ഭരിക്കുന്നത്. ആ ഭരണം നിലനിർത്തുന്നതിന് വേണ്ടി ഇത്തരത്തിൽ വ്യാജ വോട്ടുകൾ ചേർത്തിരുന്ന ആരോപണമാണ് ഉന്നയിക്കുന്നത്. ഈ ആരോപണ വിധേയരായ സമ്മാൻ എന്ന് പറയുന്നവരുടെ ഈ ആശിക്കുന്ന ആളുടെ സമ്മാൻ എന്ന് പറയുന്ന പ്രാദേശിക കോൺഗ്രസ് നേതാവാണ്. അയാളുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം ഈ കുട്ടി പ്രായപൂർത്തിയായാണെന്നും വെഹിക്കിൾ ലൈസൻസ് ഉള്ള അതോടൊപ്പം ആധാർ കാർഡിലൊക്കെ തന്നെയും കൃത്യമായി വയസ്സ് രേഖപ്പെടുത്തിയുള്ള കുട്ടിയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതൊക്കെ ചേർത്തതെന്നാണ് അവർ പറയുന്ന വിശദീകരണം. എന്തായാലും LDF ഇക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ കാലാവധി 2006 ഡിസംബറിന് മുമ്പ് ജനിച്ച കുട്ടിയല്ല, അതിന് തെളിവുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് പരാതി നൽകുമെന്നാണ് LDF പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത്.